50% കേരളത്തിലെ പാവപ്പെട്ട ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന സംവിധാനം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന സംവിധാനം വെട്ടിക്കുറച്ചിട്ട് ഈ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്ന ശമ്പളം വാങ്ങി ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ന്യൂനപക്ഷ കമ്മീഷൻ പിരിച്ചുവിട്ടുകൂടെ? പിന്നെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഒരു പ്രസക്തി എന്താണ് കേരളത്തിൽ? അവരല്ലേ ഇതിൽ ഇടപെടേണ്ടത്? ഗവൺമെൻറ് വെട്ടിച്ചുരുക്കാൻ പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വെട്ടിച്ചുരുക്കാൻ പാടില്ലല്ലോ. മാത്രമല്ല ഈ ഒരു ചെറിയ തുക കിട്ടിയിട്ട് എന്ത് വികസനം നടക്കും? ഒരു ചെറിയ തുകയാണ് ഇതിലേക്ക് വിനിയോഗിക്കുന്നത്. വേറെ വലിയ ഫണ്ടുകൾ ദുരുപയോഗപ്പെട്ടു പോകുന്നതുണ്ട്, ദുർവ്യയം ചെയ്യപ്പെടുന്നതുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കണ്ടേ? ന്യൂനപക്ഷ കമ്മീഷൻ ഇതിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല ഇത്തരം വിഷയങ്ങളൊക്കെ പലപ്പോഴും ഗവൺമെൻറ് കൊണ്ടുവരുന്നത് ഈ വർഗീയത ഒരു മറയാക്കിക്കൊണ്ടാണ്. ഒരു സമൂഹത്തെ വർഗീയവാദികളാക്കുക, അതുപോലെ തന്നെ പ്രത്യേകമായ ചർച്ച കൊണ്ടുവരിക. അപ്പോൾ സ്ത്രീകളുടെ സമത്വം ഇതൊരു ചർച്ചയാണ് എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞൊരു ചർച്ച. ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങളോടും പ്രവർത്തനങ്ങളോടും സുന്നി മഹല്ല് ഫെഡറേഷന് യാതൊരു യോജിപ്പുമില്ല. അവരുടെ വാദഗതികളോട് യോജിച്ചുകൊണ്ടല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇത്തരം ചില ഇഷ്യൂ സമൂഹത്തിലുണ്ടാക്കി ശ്രദ്ധ തിരിച്ചുവിട്ട് ആ ശ്രദ്ധ തിരിച്ചുവിടുന്നതിൻ്റെ മറവിൽ, അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ സമത്വത്തെക്കുറിച്ച് പറഞ്ഞ് ശ്രദ്ധ തിരിച്ചുവിടുന്നതിൻ്റെ മറവിൽ ന്യൂനപക്ഷത്തിൻ്റെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒരു പ്രവർത്തനം, അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പ്രവർത്തനം, ഇത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടമുണ്ടാക്കും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് പുനഃസ്ഥാപിക്കണം, ഗവൺമെൻറ് തിരുത്തണം എന്നാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ കർശനമായി ഈ കാര്യത്തിൽ പറയുന്നത്. മാത്രമല്ല ഇത് മതസൗഹാർദ്ദത്തിനെതിരല്ല. കാരണം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ന്യൂനപക്ഷങ്ങളെ സമീപിച്ചോ സ്വാഭാവികമായി ഇന്ത്യയിൽ നോട്ടിഫൈഡ് ന്യൂനപക്ഷം എന്ന് പറയുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തുമതക്കാരുണ്ട്, അതുപോലെ തന്നെ ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, മുസ്ലിങ്ങൾ, സിഖുകാർ, പാഴ്സികൾ ഇവരൊക്കെയുണ്ട്. കേരളത്തിലുള്ള ജനവിഭാഗങ്ങൾക്കൊക്കെ ഈ ആനുകൂല്യം ഒരുപോലെ വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നൊരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്നതാണ് ആരോടും വിവേചനം കാണിച്ചിട്ടില്ല, എല്ലാ വിഭാഗത്തിൻ്റെയും ആനുകൂല്യം ഒന്നിച്ചാണ് വെട്ടിക്കുറച്ചത്, ഒരു സമുദായത്തോട് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. ഒരു സമുദായത്തെ വേർതിരിച്ച് വെട്ടിക്കുറക്കണമെന്നല്ല പറയുന്നത്, അത് ഏറ്റവും വലിയ അനീതിയായിരിക്കും. എന്നാൽ എല്ലാ സമുദായത്തിൻ്റെയും വെട്ടിക്കുറച്ചാൽ അത് അനീതി അല്ലാതാകുന്നത് എങ്ങനെയാണ്? ഈ അനീതിക്കെതിരെ ബോധവൽക്കരണം നടത്താൻ സുന്നി മഹല്ല് ഫെഡറേഷന് മുമ്പിലുണ്ടാകും എന്ന കാര്യം പ്രത്യേകം തെര്യപ്പെടുത്തുകയാണ്. സൗഹൃദാന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വളരെ വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1964 NSS പുറത്തിറക്കിയ അവരുടെ കനക ജൂബിലി പതിപ്പുണ്ട്. അതിൻ്റെ പേര് തന്നെ സുവർണ്ണ ഗ്രന്ഥമെന്നാണ്. അതിൽ MRG പണിക്കർ എഴുതിയ ഒരു ലേഖനമുണ്ട്, അതൊന്ന് വായിച്ചാൽ മതി. പണിക്കർ അതിൽ പറയുന്നത് ഈ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന് പറയുന്നൊരു വ്യക്തി വലിയ സമ്പന്നനായിരുന്നു. അയാളാണ് ഫറൂഖ് കോളേജിന് ഏകദേശം 112 ഏക്കർ ഭൂമി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടോ ആദർശങ്ങളോടോ കടപ്പാടുണ്ടായിട്ടല്ല ഞങ്ങളിത് പറയുന്നത്, ഒരു വസ്തുത. മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ ഒരു കോളേജിന് ഭൂമി കൊടുത്തു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സമീപിച്ച് SNDPയുടെയും NSSൻ്റെയും നേതാക്കൾ അദ്ദേഹത്തോട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഭൂമി ചോദിച്ചു. അതൊരു വസ്തുതയാണ്. എന്നിട്ട് അദ്ദേഹം ചങ്ങനാശ്ശേരിയിലും കൊല്ലത്തും NSS കോളേജിനും അതുപോലെ ശ്രീ ശങ്കരാചാര്യയുടെ പേരിലുള്ള കാലടി സ്ഥാപനത്തിനും 25 ഏക്കർ വീതം ഭൂമി NSSനും SNDPക്കും കൊടുത്തു. നമ്മളല്ല പറയുന്നത്. NSSൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് 1964 അവർ പ്രസിദ്ധീകരിച്ച അവരുടെ സ്മരണികയിലുണ്ട്. ആ ലേഖനം എഴുതിയത് MRG പണിക്കരാണ്. ആർക്കും വായിക്കാവുന്നതാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അവർക്ക് പണം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായത് എന്തുകൊണ്ടാണ്? സൗഹൃദത്തിൻ്റെ പേരിലാണ്. വിദ്യാഭ്യാസം എല്ലാവരും നേടട്ടെ, മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരും എല്ലാ വിഭാഗം ആളുകളും, പ്രത്യേകിച്ച് പിറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ മുന്നോട്ട് വരുമ്പോഴേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും. അതുകൊണ്ട് ദേശീയ പുരോഗതിക്ക് ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ പിറകിൽ നിൽക്കുന്ന ന്യൂനപക്ഷത്തിന് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അനുവദിച്ച ഈ സ്കോളർഷിപ്പിൻ്റെ 50% വെട്ടിക്കുറച്ചത് ഗവൺമെൻറ് തിരുത്തണം. ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് കൃത്യബോധ്യമുള്ള കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനും അംഗങ്ങൾക്കും ബാധ്യതയുണ്ട്. അവരാ കടമ നിർവഹിക്കണം എന്ന് വളരെ കൃത്യമായി സുന്നി മഹല്ല് ഫെഡറേഷൻ ന്യൂനപക്ഷ കമ്മീഷനോടും അതുപോലെ ഗവൺമെൻറ്റിനോടും ന്യൂനപക്ഷ കോർപ്പറേഷൻ എല്ലാ സംവിധാനങ്ങളും നമ്മൾ കേരളത്തിൽ കൊണ്ടു നടക്കുമ്പോൾ ഇത് അപകടകരമായ ഒരു സാമൂഹ്യ ദുരന്തമുണ്ടാക്കും. പ്രത്യേകിച്ച് ന്യൂനപക്ഷം വളരെ പുറകോട്ട് പോകും, പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകും എന്നതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ഈ 50% വെട്ടിക്കുറച്ച് തിരുത്തണം എന്നാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ വലിയ തീരുമാനങ്ങളെടുക്കുമ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെയുള്ള സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു കേരളത്തിൽ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സമസ്ത പോലെയുള്ള സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ വിഷയം പത്രത്തിൽ ഓർഡറായി വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അറിയുന്നത്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെ സമിതി ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ, ഒരു ചെയർമാൻ ഉണ്ടല്ലോ. ഇപ്പോൾ മുന്നാക്ക വികസന കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷനുണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ. ആ ന്യൂനപക്ഷ വികസന കോർപ്പറേഷനുമായി ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിലോ ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിലെ ചെയർമാനും മെമ്പർമാരും ഗവൺമെൻറ്റിന് അടിപ്പെട്ടു, ഒരു രാഷ്ട്രീയമായി അത് അംഗീകരിച്ചു. 2000 തെറ്റല്ലേ?
അവരോട് ചർച്ച ചെയ്യാതെ ചെയ്തതും ചർച്ച ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ അവരത് തിരുത്താതിരുന്നു രണ്ടും തെറ്റാണ്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, നിലവിൽ ഈ സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്ന പൈസ ഇനി എത്ര കുറവാണ് വരിക സർക്കാർ ഈ തീരുമാനിക്കുന്നത്? അതായത് ഇപ്പോൾ ഉള്ള പ്രശ്നം, നിലവിൽ ഗവൺമെൻറ് പ്ലാൻ ഫണ്ടിൽ വെച്ച തുക ഫുള്ളായിട്ട് ചെലവഴിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം പല പെൻഷൻ അതുപോലെ തന്നെ ഇതുപോലെ മറ്റ് പെൻഷനുകളെ പോലെ തന്നെ ഈ സ്കോളർഷിപ്പ് കൃത്യമായി കിട്ടുന്നില്ല. അപ്പോൾ ഒരു 2%, 5% താഴേക്ക് വിനിയോഗിച്ചു എന്നൊക്കെ പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 50% വെട്ടിക്കുറച്ചാൽ ഇനി ഇതും കൊടുക്കാനുണ്ടാവാത്ത അവസ്ഥ വരും. ഉള്ളത് കൃത്യമായി കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനൊരു സൗകര്യം ലഭ്യമാവും. ഇത് എല്ലാവർക്കും വേണ്ടല്ലോ, ഇതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ മാനദണ്ഡം വെച്ച് വാരിക്കോരി കൊടുക്കുന്നതല്ലോ. സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു സൊല്യൂഷനായി വെട്ടിക്കുറച്ചാൽ എത്രത്തോളം ഒരു ഹ്യൂജായിട്ട് എമൗണ്ട് ഇത് സേവ് ചെയ്യാൻ കഴിയും? രണ്ട് കാര്യമാണ്. ഒന്ന്, ഇത് വെട്ടിക്കുറച്ചതോടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഗവൺമെൻറ് കിട്ടാൻ പോകുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി തീരാനും പോകുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, വേറെ വഴിക്ക് ഒരുപാട് പണം ദൂർത്തടിച്ചു പോകുന്നുണ്ട് ഗവൺമെൻറ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ മന്ത്രിമാരുടെ വിദേശ ടൂറുകൾ, അതുപോലെ തന്നെ പല യാത്രകൾ, അനാവശ്യമായി മോഡിഫിക്കേഷൻ, അങ്ങനെ പലതും ഇപ്പോൾ തന്നെ പത്രത്തിൽ പലതും വന്നിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമ്പോൾ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. സുന്നി മാനിഫെസ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന, ഇത് ന്യൂനപക്ഷത്തിൻ്റെ അവകാശമാണ്.